അപ്പൊ ചിറാപൂഞ്ചിയിലാണ്. ഇന്നലെ ഷില്ലോങ്ങിലായിരുന്നു കേട്ടോ, 2 ദിവസം ഷില്ലോങ്ങിലായിരുന്നു. അപ്പൊ അതിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇന്ന് നേരെ ഇവിടെ വന്നു ചിറാപൂഞ്ചിയില്. ചിറാപൂഞ്ചിയിൽ വന്നിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യണത്. ഇതാ പെട്രോൾ പമ്പിലാണ് സ്റ്റേ ചെയ്യണത്. പിന്നെ ഇവിടെ വേറെ രസമുണ്ട്. എന്താ വെച്ചാല് ഞാനിവിടെ ടെന്റ് അടിച്ച് കണ്ട് കുക്കിങ്ങിനുള്ള പരിപാടികളൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ ഒരു വാനിൽ കുറച്ച് കടക്കൊക്കെ ഏറ്റും വന്നിട്ടുണ്ട്, ബെഡ്. അപ്പൊ ഇവരിവിടെ കുക്കിങ്ങിലാണ്. ഞാനിപ്പോ ഈ പമ്പിന്റെ അടുത്ത് എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളതിന് നിൽക്കുന്നു. അപ്പൊ ഇവരിവിടെ തൊട്ടടുത്ത് ഇവിടെ കുക്കിങ്. അതിൽ ഞാൻ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്യാണ്. കണ്ടില്ലേ, അത് റെഡി ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാ ഇവരിവിടെ ഭയങ്കര കുക്കിങ്ങിലാട്ടോ. ഹായ് ബ്രോ. ഹായ് ഹലോ. അപ്പൊ ഇവരും ഇത് അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്. ഇതാണ് ഇവരെ കുക്കിംഗ്. എന്താന്ന് വെച്ചാല് ഇതാ പിന്നെ പോർക്ക് ഉണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഡീസലിന്റെ സ്റ്റൗ ആട്ടോ ഇവര് ഉപയോഗിക്കണത്. ചോറൊക്കെ വെച്ചിട്ട് ഇതിൽ നിറഞ്ഞു നിക്കണ്ടായിരുന്നു. ഇതാണ്ടില്ല ചോറ് ഇതവിടെ വെച്ച് റെഡി ആയിട്ട് കണ്ടില്ലേ, ചോറ് നിറഞ്ഞു നിക്കട്ടെ പാത്രത്തില്. പിന്നെ ഇവര് 5 ആളുണ്ട്. ഈ 5 ആളും കൂടി ഈ ഓംനിയിലാണ് കടന്നുറങ്ങുക എന്നാ പറഞ്ഞത്. എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കടന്നുറങ്ങുക? കണ്ടില്ല, ഇതിന്റെ മുകളിൽ കുറെ ബെഡ് ഉണ്ട്, ഉള്ളിലും കുറെ ബെഡ് ഉണ്ട്. ഇവര് 5 ആളും കൂടി എങ്ങനെ കടന്നുറങ്ങാവോ? നാം ക്യാ വായ? നാം नाम बडो बडो बडो. हाँ, इधर का आदमी. हाँ, कितना दूर है? दूर नहीं. Ali Shillong ना. हाँ, शिलोंग. Ali 100. हाँ, ओके. आपका नाम क्या? Vicky. विक्की. Oh, nice name. Your name? Prabor. Prabhar. हाँ, Prabhar. Your? Ransni. Rasmi. Other one. Where is other one? ഒരാളും കൂടി ഉണ്ട് ഇവിടെ. ഓടി വിളിക്കാണ്, ഓടിപ്പോയിട്ടുണ്ട്. ഹലോ. യുവർ നെയിം? അർണസ്. ഓക്കെ, നൈസ്. യു ആർ കുക്കിംഗ് ഹിയർ. ഓ, മെയിൻ ഷെഫ് ആട്ടത്. നല്ല കുക്കിങ്ങിലാണ് ഇവിടെ, കണ്ടില്ലേ. കറി ആദ്യം ഉണ്ടാക്കിട്ടോ. അത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പൊ ചോറാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇതെവിടെയാന്നോ? ഈ റോഡിന്റെ വക്കത്താട്ടോ. ഇത് കണ്ടില്ലേ, വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വക്കത്താണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇനി കഴിക്കട്ടെ, കാരണം സമയം 9 മണി കഴിഞ്ഞു. ആവിയൊക്കെ പോകുന്നുണ്ട്, നല്ല ചൂടാണിപ്പോൾ. അപ്പോൾ പമ്പിന്ന് പോവാനുള്ള പരിപാടിയാണ്. വണ്ടിയിലെല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നലെ രാത്രി നിന്ന പമ്പ്, ചിറാപൂഞ്ചിയിലെ പമ്പാണ്. ഇവിടുന്ന് പോട്ടെ. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. അത് മൗസ്മായി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരെ പോകാനുള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അത് 315 മീറ്റർ ഉയരത്തുനിന്നാണ് ചാടുന്നത്. 70 മീറ്റർ വീതിയും. പക്ഷെ ഇപ്പം അത്ര ഒന്നും ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ വെള്ളമില്ലാത്തൊരു സമയമാണ്, ജനുവരി അല്ലേ. അപ്പം അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. മഴക്കാലത്താണ് നല്ല രീതിക്ക് കാണാൻ കഴിയുള്ളൂ. എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഈ ചിറാപൂഞ്ചി സൊഹറ എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് സൊഹറ എന്നാണ്. ഇവിടെ മൊത്തത്തിലൊരു മൊട്ടക്കുന്നുകളാണ്. ഇവിടുത്തെ ഒരു 2-2.5 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് ഈ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസിലേക്ക് പോകാനുള്ള ദൂരമുള്ളൂ. മൗസാമി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. വാട്ടർഫാൾസിന്റെ പേരും അതുപോലെ മൗസാമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. ഇവിടെ എന്തോ ഒരു പ്രത്യേകത എന്താ വെച്ചാല് മൊത്തം മലകളൊക്കെ ഇടിച്ച് കല്ല് കൊണ്ടുപോകും. അതേമാതിരി പാറ പൊട്ടിച്ച് പിന്നെ ഈ ചിരക്കല്ല് അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഭൂമിടിക്കലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടുത്തെ സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ വേറെ രസം ഉണ്ടായി, ഞാനിങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു വീടിന്റെ പണി എടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പാർസൽ കൊണ്ടുവന്നാണോ, അത് ലഗേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പാർസലാണോ എന്നുള്ള സംശയത്തിൽ വിളിച്ചതാണ്.
ഇവിടെ പിന്നെ ഒരുപാട് റിസോർട്ടുകള് അതുപോലെ ഹോം സ്റ്റേകള് അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണുള്ളത് ഈ മേഘാലയ. അപ്പൊ അതിനൊന്നും ഒരു കുറവുമില്ല. നല്ല റോഡാണ് കേട്ടോ, പൊതുവെ നല്ല റോഡ് തന്നെയാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല റോഡൊക്കെ തന്നെയാണെന്ന് പറയാം. ഹലോ, വെൽക്കം ടു എക്കോ പാർക്ക്. ഇവിടെ എന്തൊരു എക്കോ പാർക്ക് ഉണ്ട്. വീടുകളൊക്കെ ചെറിയ വീടുകളാവും ഇവിടുത്തത്. പിന്നെന്താ പ്രശ്നം വെച്ചാല് പെട്ടെന്ന് കോട മൂടും, മണ്ണ് കാണൂല. അതാണ് വേഗം കോട മൂടും ഇവിടെ. ചെറിയ ചെറിയ അങ്ങാടികള് അതുപോലെ ചെറിയ കച്ചവട സ്ഥാപനങ്ങള് കടകളൊക്കെ ചെറുതാവും. ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരത് അവിടെ അങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്യൂ പോയിന്റ് ആവാനാണ് സാധ്യത. അപ്പം അവിടെ നിന്ന് പോട്ടെ. പിന്നെ ഗ്ലൗസ് കാണുന്നില്ല, അതിപ്പോൾ എവിടെ പോയതാവോ. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വണ്ടീൻ്റെ മുകളിലൊക്കെ വെച്ചിരുന്നു, പിന്നെ അത് കണ്ടിട്ടുമില്ല. വാവ്, ഇവിടെ ഒരു അപാര സംഭവം കേട്ടോ. ഹലോ, ഹായ്, വേർ ആർ യു ഫ്രം? We are from Tripura. Tripura? Agartala. Agartala, okay. I'm from Kerala. Kerala. Oh, Yeah. nice to meet you. Very nice to meet you. You are rider. Yeah, I'm rider. What bike are you riding? Passion Pro, Hero Honda Passion Pro. From Kerala you brought it? Yeah. Till now how many states you covered? Nagaland, Arunachal, Assam, then Meghalaya. And next stop? Next, go back home. You must go to Tripura. Yeah. No, Tripura. വെള്ളച്ചാട്ടം കാണാൻ വന്നൊരവസ്ഥ. ഒരു തുള്ളി വെള്ളമല്ല. ഞാനതിൽ പോയപ്പോ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിൽ ശരിക്കും അതിന്റെ സൗണ്ടും കാര്യങ്ങളും വെള്ളമൊക്കെ കാണുമല്ലോ. അപ്പൊ അത് എന്തൊരു വ്യൂ പോയിന്റ് ആണ് എഴുതി വന്നതാണ്. അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം, ഇവിടെയാണ് വെള്ളച്ചാട്ടം. വെള്ളം ഒരു തുള്ളില്ല. 315 മീറ്റർ ഉയരത്തുനിന്ന് അതേമാതിരി 70 മീറ്റർ വീതിയിലും ചാടുന്ന ഒരു വെള്ളച്ചാട്ടാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ കണ്ടില്ല, ഒരു തുള്ളി വെള്ളമല്ല. ഇന്ത്യയിൽ തന്നെ ടോപ്പ് വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണെന്ന് അറിയപ്പെടുന്നത് ഇത് ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലാണ് കേട്ടോ അതുള്ളത്. പക്ഷേ പറഞ്ഞിട്ട് എന്താ, വെള്ളമല്ല. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം ഒന്ന് കണ്ടു നോക്കി. ഇതൊക്കെ വെള്ളം ഉണ്ടാവുമെങ്കിൽ എന്ത് രസവും കാണാൻ. ഒരു തുള്ളി വെള്ളമില്ലാത്തൊരവസ്ഥ. അവിടുന്ന് ഒന്നും കൂടി മുന്നോട്ട് വന്നുട്ടോ. ഇവിടുന്നാണ് ശരിക്കുള്ള വ്യൂ ഇവിടുന്ന്. പക്ഷെ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടല്ലേ. ഇവിടെ കുറച്ച് ഏരിയ കൂടുതലുണ്ട്. ഇവിടുത്തെ ഏരിയ ഇതാണ് കേട്ടോ. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് ഇപ്പുറ സൈഡിലാണ് വെള്ളച്ചാട്ടം. ഇത് റോഡാണ്. റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ നിൽക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. എത്ര ആളുകൾ വന്നാലും കാണാൻ പറ്റിയ പാർക്കിങ്ങും അത്യാവശ്യം ഉണ്ട്. അതുപോലെ വെള്ളച്ചാട്ടം കാണാനുള്ള സ്ഥലവും കുറേ ഉണ്ട്. ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് താഴത്തുനിന്ന്, വേറൊന്നുമില്ല. കോട മൂടിയിട്ടുണ്ട് ഇവിടെയൊക്കെ. വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ അതിലിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ഇവിടെ എന്തോ കുറെ കൊട്ടകളൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി നിർത്തിയാണ്ട് ഒന്ന് വന്നു നോക്കിയതാ. അപ്പോൾ അടക്ക നീറ്റിലിടുന്നതാണ്, പച്ചടക്ക നീറ്റിലിടുകയാണ് ഇവിടെ പരിപാടി. ഇതാ ആ കൊട്ട, വലിയ കൊട്ടകള്. അതിൽ അടക്ക ഫുള്ളാക്കിയതിന് ശേഷം ഇതാ ഇതിലിട്ട് വെക്കും, വെള്ളം നിറയ്ക്കും, എന്നിട്ട് ഇതിലിട്ട് വെക്കും. അങ്ങനെയാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞത്. ഇവരതിൻ്റെ പണിയിലാണ്. പിന്നെ അതിൻ്റെ കയറ് എന്തൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ അടക്ക നീറ്റിലിടുന്നതാണെന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ. इधर में ताबोल. हाँ. ओ कितने महीने डालेगा इधर? 3 महीना होगा. 3 महीने बाद में निकलेगा. निकलेगा. बाजार में बेचेगा. हाँ बेचेगा. अच्छा,
अच्छा काम है इधर आपका नाम क्या हमारा नाम रिंग रिंग गाँव घर किधर है घर में इधर है इधर है अच्छा ठीक है അടക്ക ഈ കൊട്ടയിലിട്ടിട്ടേ 3 മാസം അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നാണ് പറഞ്ഞത്. പിന്നെ ഏപ്രിലിൽ വരികയാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മഴയൊന്നുമില്ല, ഫുള്ള് ഉണങ്ങി കടിച്ച് നിൽക്കുകയാണ്. ഏപ്രിലിൽ വരികയാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാമെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ടാക്സികളൊക്കെ ഈ അൾട്ടോ കേട്ടോ, മാരുതി 800 അതേമാതിരി അൾട്ടോ 800 ഒക്കെ ഇങ്ങനത്തെ വണ്ടികളാണുള്ളത്. ചെറിയ റോഡുകളൊക്കെ ആയതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ സൗകര്യം. പുറത്ത് പോകുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ നിന്നു. ഹലോ ബ്രദർ, യു ആർ റൈഡിങ്? अच्छा अच्छा. Where you from? I'm from Kerala. Kerala. I love Kerala. Yeah, sure. Thank you. थोड़ा मेरे समझा थोड़ा केरला नन्नी इविडी पुकुनु how do you Isa Manu how do you learn Malayalam? How do you learn Malayalam? Yeah. From here? Yes, Sunster. Sunster parking right Is there Malayalis? 1% 100. Horse riding. Yes. 1% 100. 100, yeah. Okay. Okay. Nice. അടക്ക 3 മാസം വെള്ളത്തിലിടും, എന്നിട്ട് അത് എടുത്തതിന് ശേഷം ഉണക്കിയിട്ട് പിന്നെ കടയിൽ കൊണ്ടുപോയി വെക്കും പറഞ്ഞത്. അത് ഈ പാൻ മസാല അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫുൾ ടൈം ഈ മുറുക്കാനും ചവച്ചുണ്ടാവും. നോർത്ത് ഈസ്റ്റിൽ പൊതുവെ എല്ലായിടത്തും ഉണ്ട് മുറുക്കാൻ. അതില്ലാത്തൊരു മനുഷ്യന്മാരില്ല എന്ന് പറയാം, എല്ലാവർക്കും ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അങ്ങനെ തന്നെ. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇങ്ങനെ കേട്ടോ, ഒറ്റപ്പെട്ട കുറെ വീടുകൾ, അതുപോലെ കുറെ ഉണങ്ങി കടിച്ച കുറെ മലകളും. ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി കടിച്ചോണ്ട്, അല്ലെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവുമ്പോ നല്ല രസമായിട്ട് അതൊക്കെ കാണാന്. മൊട്ടക്കുന്നുകളായിട്ട് കുറെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. മഴ വേണം, എന്നാ രസമാവും. മഴ ഉള്ളൊരു നാടാണിത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മഴയൊന്നും ഇല്ലാത്ത ഒരു സമയമാണ്. ഏപ്രിലൊക്കെ വരണം, അടിപൊളിയാവും. മൊത്തം പച്ചപ്പുല്ലൊക്കെ ആയതുകൊണ്ട് അവിടെ ഉണ്ട് അടക്ക ഉണക്കണ പരിപാടി. ഇതിലെങ്ങനെ വരുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിട്ടോ. 7 സിസ്റ്റർ വാട്ടർഫാൾസ് ഇതാ തൊട്ടപ്പുറത്താണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ദ സ്റ്റാനി ഹോം സ്റ്റേ, ഒരു ചെറിയൊരു ഹോം സ്റ്റേ. ഇപ്പുറത്ത് ഒരു കട ഉണ്ട്, പിന്നെ അവരെ ചെറിയ വീടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കണ്ടോ, ദ വാട്ടർഫാൾസ് അവിടെ കേട്ടോ, വെള്ളമില്ലാത്ത വാട്ടർഫാൾസ്. പിന്നെ തൊട്ട് താഴെ കുറേ വീടുകളുണ്ട് കണ്ടില്ലേ, ഏറ്റവും അടിയിലായിട്ട് കുറേ വീടുകൾ. ഇപ്പം കോട മൂടിയിട്ടുണ്ട്, അവിടെ ശരിക്കും കാണൂല, എന്നാലും കാണും. കണ്ടില്ലേ, ഒരുപാട് വീടുകളുള്ള ഒരു ചെറിയൊരു വില്ലേജ്. പിന്നെ ഒരു ചായക്കടയാണ് കണ്ടില്ലേ. ഈ ചായക്കടയിൽ ഇരുന്ന് ചായ ഒക്കെ വേണമെങ്കിൽ കുടിക്കാം. ഇതവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാം. അപ്പം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എന്താ വ്യൂ, മാരക വ്യൂ കേട്ടോ. ഓ കിഡില്ലൻ. മഴക്കാലാണെങ്കിൽ അപാര ഭംഗിയാവും ഇവിടെ. വെള്ളച്ചാട്ടമൊക്കെ കണ്ടിങ്ങനെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാനായി എന്ത് രസമാവും. ഇപ്പോൾ ചെറുതായിട്ട് കോട മൂടിയിട്ടുണ്ട്. ആ വില്ലേജ് കണ്ടോ, അവിടേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ നല്ല റിസ്ക് ആട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ വില്ലേജ് കാണുന്നത്. ഇത് അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കുക അല്ലെങ്കിൽ എന്താ ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനെയാണ്. ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് വേറൊരു കടയുണ്ട് കേട്ടോ, ചെറിയ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. കുട്ടീനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ ബ്രദർ, ഹായ്. ഒരു ബ്രദറും അയാളുടെ ഭാര്യ തോന്നുന്നു ഇവിടെ. വണ്ടി തൊട്ടപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാ ചീര പോലെ എന്തൊരു സാധനമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഞാൻ ആ ഭാഗത്തേക്കാണ് പോണത്. അപ്പോൾ ഓക്കെ, ബൈ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത്. റോഡിന്റെ 2 സൈഡ് നല്ല കാടാണ്. ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മഴക്കാലത്ത് ഭയങ്കര രസമാവും, ഫുൾ ടൈം മഴയൊക്കെ പെയ്ത് നല്ല രസമാവും ഇവിടെ. പക്ഷെ ഈ സമയത്ത്
അങ്ങനെ മഴ കാണാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ഈ ചിറാപ്പൂച്ചിയൊക്കെ. പക്ഷെ മഴ ഇല്ലാത്ത സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ നനവുള്ള പ്രദേശം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ചിറാപ്പൂച്ചി. ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഗ്രാമവാസികളാണ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നായ പിന്നാലെ കൂടിയോ അല്ല, ഇവിടെ വെറുതെ കളിപ്പിക്കുകയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ ഓടി വന്നപ്പോ ഇവിടെ ഒരു വലിയൊരു പാറ ഉണ്ട്, ഒരു ചതുരത്തിലുള്ള ഒരു വലിയൊരു പാറ. അത് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും ആരുമില്ല. ഇതാണ് ആ തൊട്ട് താഴെ കാണുന്ന, അതാണ് ഇതാണ് ആ പാറ കണ്ടില്ല, ചതുരത്തില്. സംഭവം കിടിലൊരു കാഴ്ച തന്നെ കേട്ടോ അത്. ഒന്ന് അടിക്ക് ഇറങ്ങും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം അടിക്ക് പോവാൻ. വണ്ടി മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ പാറ ഒരു സംഭവം തന്നെ കേട്ടോ, നല്ലൊരു കാഴ്ച തന്നെയാണ്. വലിയൊരു പാറ ഈ സമചതുരത്തിൽ ഇങ്ങനെ കൊണ്ട് വെച്ചതുപോലെ. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു അരുവി പോലെ ഒരു വെള്ളം വരുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും, പക്ഷെ ഇപ്പൊ വെള്ളമൊന്നുമില്ല. മഴയുള്ള സമയത്ത് നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ ആവും ഇവിടുന്ന്. എന്തായാലും കാഴ്ച അടിപൊളിയാട്ടത്, നല്ല കാറ്റുണ്ട്. ആ റോഡ് ഇങ്ങനെ വന്നിട്ട് അപ്പുറത്ത് കൂടെ പോവുകയാണ്. ചെറുതായിട്ട് കോടുള്ളത് കൊണ്ടേ ദൂരത്തേക്കൊന്നും കാണുന്നില്ല. എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എൻട്രി ഫീസും ഉണ്ട്, അതേമാതിരി പാർക്കിംഗ് ഫീസും ഉണ്ട്. പിന്നെ എൻട്രി ഫീസ് 20, അതുപോലെ പാർക്കിങ്ങിന് ബൈക്കിന് 20, കുറച്ചുകൂടി വലിയ വണ്ടിക്ക് 30, 50 അങ്ങനെയൊക്കെ പാർക്കിംഗ് ഫീസും ഉണ്ട്. ഇപ്പൊ ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ആരും ടൂറിസ്റ്റുകൾ ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇവിടുന്നാണ് കേട്ടോ ഒന്നും കൂടി ഇത് ഈ പാറ നല്ല രീതിക്ക് കാണാൻ കഴിയണത്. ആ റോട്ടിൽ കൂടെ വാഹനങ്ങൾ പോണതൊക്കെ ശരിക്കും കണ്ടേന്നു. പക്ഷികൾ എന്തിൻ്റെയൊക്കെ നല്ല സൗണ്ടുകളും കേൾക്കുന്നുണ്ട്. റോഡ് ഇതാ കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല രസമാവും. കാരണം ഈ വലിയ പാറയും ഇപ്പുറത്തുനിന്ന് വെള്ളച്ചാട്ടം കൂടി കാണുമ്പോഴേ നല്ല അടിപൊളിയാവും. പക്ഷെ അവിടെ ഞാൻ പോണത് മിക്കവാറും ആ റോട്ടിന് തന്നെ ആവും. പക്ഷെ വെള്ളമില്ലാതെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. ചെറുതെങ്കിൽ ചെറുതിപ്പോഴൊന്ന് കണ്ടു വെള്ളച്ചാട്ടം. നല്ല വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഈ മലയോര മേഖലകളും ഒക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കാരണം ഗുവാഹട്ടിക്ക് ട്രെയിനും ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മലയാളികൾ കണ്ടമാനം വരുന്ന ഒരു നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ മേഘാലയ. ഇപ്പൊ ടൂറിസ്റ്റുകൾ ഇല്ലാന്ന് മാത്രം. ഇതില് ഇങ്ങനെ നല്ല സമയത്തൊക്കെ ആണെങ്കിലേ വെള്ളം ചാടിയതാ ഇങ്ങനെ ഇങ്ങനെ പോവും. ഇങ്ങനെ തൊട്ട് താഴത്തേക്ക് നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാവും ഇവിടുന്ന് ഉണ്ടാവുക. ഒരു ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ വരണം. ഏപ്രിലൊക്കെയാണ് മഴ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഏപ്രിൽ മെയ് അങ്ങനെ ഒരു സെപ്റ്റംബർ വരെയൊക്കെ, ഒക്ടോബർ വരെയൊക്കെ ഉണ്ടാവും. നവംബർ ആവുമ്പോഴേക്ക് പിന്നെയും ഡ്രൈ ആയി. പിന്നെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പിന്നെ ഇതേ അവസ്ഥ തന്നെ ആവും. അപ്പോൾ അല്ലാത്ത സമയത്ത് മഴയൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ നല്ല തന്നെയാവും. ഇവിടെ കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചകളാവും. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 200 അടിയാണോ. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 200 അടി ഉണ്ട്. ഇതാ ഇതിലാണ് ആ ബിഗ് റോക്കിന്റെ അവിടേക്കുള്ള വഴി. ഈ വഴി കൂടെ വേണം പോവാനായിട്ട്. കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടോ. അതാ കാണുന്ന വഴി കൂടെ ഇങ്ങനെ വന്നതാണ് ഞാൻ. ഇപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ബംഗ്ലാദേശ് വ്യൂ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കാണുന്നത്. പക്ഷെ കോട മൂടിയോണ്ടൊന്നും കാണൂല. അത് ആ ഭാഗത്തായിട്ടാണ് ബംഗ്ലാദേശ് വരുന്നത് അവിടെ. പക്ഷെ കോടയാണ് മൊത്തത്തില്, ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് പോവാൻ നോട്ടെ, അടുത്ത വല്ല സ്പോട്ട് നോക്കട്ടെ. മനുഷ്യനൊന്നുമില്ല, ഒരു മനുഷ്യന്മാരെ കാണാനല്ല ഇവിടെ. ടൂറിസ്റ്റുകളൊന്നും ഒന്നുമില്ല. ഇതൊരു ഓഫ് സീസൺ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇവിടെ ഒന്നും കൂടി താഴത്തേക്ക് വന്നതാട്ടോ. അപ്പൊ ഒരു കാഴ്ച കണ്ടു. എന്താ സംഭവം എന്നോ, വലിയൊരു പാറ, ഒരു ചുമര് വെച്ചതുപോലെ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ പാറ കണ്ടില്ല, എന്താ അത്, ഒരു ചുമര് പോലെ ഒരു പാറ. വെട്ടിയെടുത്ത മാതിരി. അപ്പുറത്തൊരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എന്താ സ്കൂൾ കുട്ടികൾ ഇത് കാണാൻ വന്നാ തോന്നുന്നത്. ഹലോ, ഇവിടെ എന്താ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഈ പാറ ഒരു സംഭവം തന്നെ കേട്ടോ. കുത്തനെ
അവിടുന്ന് കാറ്റും ഇതൊന്നും വരൂല ഇങ്ങോട്ട്. അത്രക്കും അതിനെ തടുത്ത് നിർത്തുന്ന ആ ഒരു ടൈപ്പ് പാറയാണ് ഇവിടെ. ഇവിടുത്തെ മണല് കണ്ടില്ലേ, ഇതിങ്ങനെ പൊടിക്കേണ്ടതാണ് കേട്ടോ. ഇവിടുത്തെ പാറയൊക്കെ, ഇവിടെ പാറയൊക്കെ ഇങ്ങനെ വെള്ള കളറിലുള്ളൊരു പാറയാണ്, വെള്ളാരങ്കല്ല് പോലത്തെ പാറ ഉണ്ട്. അപ്പൊ അത് പൊടിച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ മണല്. അപ്പൊ ഇവിടെ വീടിന്റെ പണിക്കൊക്കെ ഇതാണ് എടുക്കണത്. ഈ ഒരു കളറാണ്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിച്ചെടുക്കണ ഒരുപാട് സ്ഥലങ്ങൾ കാണാം കേട്ടോ. ഇങ്ങനെ കല്ലൊക്കെ കുത്തി പൊട്ടിക്കണതും മെഷീനിൽ പൊടിക്കണതും ഒക്കെ ഉണ്ട്. പാറപ്പൊടിന്റെ കളറ് കണ്ടില്ലേ. ഒരു ആർച്ച് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ, അവിടേക്കാണ് ഇപ്പോൾ പോണത്. പിന്നെ അതുപോലെ ഒരു ഫിഷിങ്ങിനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. പിന്നെ ടെന്റ് പിച്ചിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്. ടെന്റ് അവിടെ ഉണ്ടാവും, പൈസ കൊടുക്കണം. പിന്നെ ഫിഷിങ്ങിനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണട്ടെ. 8 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ദൂരം. അപ്പോൾ 2 ആസാമിൽ നിന്നുള്ള ആൾക്കാരെയും കൂടി ഞാൻ കണ്ടു. അപ്പോൾ അവർ ഇവിടേക്കാണ് വരേണ്ടത് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പോന്ന് നോക്കുകയാണ്. ഇവിടെ കണ്ടില്ല, പുല്ലൊക്കെ ആകെ ഉണങ്ങിയിട്ടുണ്ട്. മൊത്തം ഉണങ്ങിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. പച്ചപ്പ് മാറി ഗോൾഡൻ ആയിട്ടുണ്ട്. റോഡൊക്കെ നല്ല റോഡാട്ടോ. ഇവിടെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡാണെന്ന് മാത്രം, പക്ഷെ നല്ല റോഡാണ്. ആർച്ച് ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആർച്ച് ബ്രിഡ്ജിൽ കൂടെ ഉള്ള പോകുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് മോശം റോഡുകളാണ്. ഇതാണ് ആർച്ച് ബ്രിഡ്ജ്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാട്ടത്. അടിപൊളി ലുക്കാട്ടത്, വമ്പ ലുക്കാണ്. ഓ, താഴെ വെള്ളം കണ്ടില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഓ, ഇത് വന്നത് നന്നായി. വന്നിട്ടില്ലെങ്കിലേ ഭയങ്കര നഷ്ടമാവും. കാരണം ടോപ്പാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. വാഹു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നുള്ള പേരിലാണ് കേട്ടോ അത് അറിയപ്പെടുന്നത്. 169 മീറ്റർ ഉയരാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ 2013 ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 2018 പണി പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഈ പാലം അതുപോലെ ബോലാഗഞ്ച്, സോബർ, നോങ്ജ്രി ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലത്തിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ കാണാൻ കഴിയുക. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് അറിയില്ല, അതാണിത്. പിന്നെ ചങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ട് മുള കൊണ്ട്. അതിലൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആവും. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനാവും മിക്കവാറും. അതൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ റോഡിന്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്യാമ്പിംഗ് ആണ്. ഒരുപാട് ടെന്റുകളൊക്കെ ഉണ്ട് അവിടെ ആ സൈഡിൽ. പിന്നെ നല്ല പാറക്കല്ലുകൾ, ഫുള്ള് ഉരുണ്ട തരത്തിലുള്ള പാറക്കല്ലുകൾ. അതുപോലെ ടെന്റുകൾ കണ്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ ടെന്റുകൾ ഉണ്ട് ആളുകൾക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട്. പിന്നെ തോണിയിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ. കുറേ ആളുകൾ കുളിക്കണൊക്കെ ഉണ്ട് അവിടെ. ഇതാ തോണിയിലൊക്കെ പോകുന്നുണ്ട് ആളുകൾ. എന്തായാലും ഈ പാലം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മേഘാലയയിൽ. ഇത് ഫുള്ള് ഇരുമ്പാട്ടോ. വേറൊരു കാഴ്ചയും കൂടിയും കാണിച്ചു തരാം. ഇവിടുന്ന് പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല, അവിടെ നല്ല കുന്നിടിച്ചിൽ നടക്കട്ടോ. കണ്ടില്ലേ, കുന്ന് നല്ല രീതിക്ക് ഇടിക്കുന്നുണ്ട് അവിടെയൊക്കെ. അതൊക്കെയാണ് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പം മഴയൊക്കെ കുറവാണല്ലോ, അതിനൊക്കെ ഉള്ള കാരണം ഇതൊക്കെ തന്നെയാവും. മൊത്തം കുന്നിടിച്ച് നിരത്തുകയാണ്. ഒരു ഹിറ്റാച്ചിയാണ് അതിൻ്റെ മുകളിൽ. അത്രയും ഉയരത്തിലാണ് ഹിറ്റാച്ചി കയറ്റിയിട്ട് ഇങ്ങനെ കുന്നിടിച്ചു കൊണ്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ നദിക്ക് ഇറങ്ങിപ്പോട്ടെ. ഇവിടെ എൻട്രി ടിക്കറ്റ് 30 വല്ലുവൽക്ക്, കുട്ടികൾക്ക് 10. പിന്നെ ഷൂട്ടിങ്ങിന്, ഫിലിം ഷൂട്ടിങ് 2000. അപ്പം ഇതൊക്കെ ഇതിലാ പെടുകയാവോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ സമയത്ത് വരുമ്പോഴുള്ളൊരു ഗുണം അതാണ്, തെളിഞ്ഞ വെള്ളമാവും. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമൊന്നും കാണാൻ കഴിയുണ്ടാവില്ല. ചിലപ്പോൾ കലങ്ങിയതൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്.
ഒന്ന് റെഡി ആകുമ്പോൾ ഒന്ന് റെഡി ആവില്ല. ഇപ്പൊ വാട്ടർഫാൾസ് കാര്യങ്ങളൊന്നും വെള്ളമല്ല, പക്ഷെ നദിയത്തെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. മെയിനായിട്ട് ഇതൊരു പിക്നിക് സ്പോട്ടാണ്. പിന്നെ ഒരുപാട് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആൾക്കാരെയും കൊണ്ട് അങ്ങനെ പോണതും കണ്ടു. പിന്നെ ഇവിടെ നിലവിലിപ്പോൾ ബസ്സും ഉണ്ട്. അവിടെ നല്ല കുത്തനുള്ള വഴിയാണ്, സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം പോവാനായിട്ട്. ഇങ്ങോട്ട് നദിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജൊക്കെ കാണാൻ നല്ല സ്റ്റൈലാട്ടോ, ശരിക്കും കാണുകയും ചെയ്യും. പിന്നെ ഇവിടെ ബോട്ടിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ അവിടെയൊക്കെ ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്, സോളാറാട്ടോ ഇവിടെ കറണ്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. ഒരുപാട് ടെൻറ്റുകൾ ഉണ്ട് ഇവിടെ. പിന്നെ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ആളുകളൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുറേ ആൾക്കാരുണ്ട്, ഒക്കെ പുഴയിൽ ചാടും ഇതൊക്കെയാണ്. ഫുള്ള് പിക്നിക് മൂഡിലാട്ടോ, നല്ല പാട്ടും ഡാൻസും കളികളൊക്കെയാണ്. അവിടെ ഫുൾ എൻജോയ്മെന്റ് ആണ്. ഇവിടെ നിന്നൊക്കെ കുളിച്ച അടിപൊളിയാവും കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞാന് ഇവിടെ നദിയിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാൻ നിന്നപ്പോഴാണ് ഇവര് ഭയങ്കര പാട്ടും ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോവാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കാണ്, ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കാണ്. खाना बनाए हम लोग मटन बीफ अब कुछ भी खा के जाओ, कोई मटन चिकन पोक बीफ नहीं बोलेगा, हम लोग बीफ नहीं खाते हैं. ഓക്കെ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് ഇവിടെ പിടിച്ചു നിർത്തിയതാണ്. ठीक है, मैं इधर रुका. अभी इधर खाना खाकर जाना पड़ेगा आपको. ओके ओके ओके. आप ऐसे नहीं जा सकते, आप बोला है ना खाना खाकर जाएगा, आप खाना खाकर जाना पड़ेगा. हम लोग सूर्य वाला भी नहीं है, पकड़ के रख देगा आपको. अभी इतना हिंदी मालूम नहीं, लेकिन थोड़ा मालूम बोल सकता है ना. ഇവരൊക്കെ പിക്നിക്കിലാണ് കേട്ടോ. ഒന്ന് ലീവ് ആയത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പിക്നിക്കിന് വന്നതാണ്. ഇതാണ് ഭക്ഷണം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പോർക്ക്, ചിക്കന്, മട്ടനൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. മട്ടൻ, ഇത് മട്ടനാണെന്ന് പറഞ്ഞത്. ഇതാ ഇത് മട്ടനാണ്. ഓ, തിളച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടൻ. മട്ടൻ, ദിസ് പോർക്ക്. ഇത് പോർക്കാണ്, കണ്ടില്ലേ? പോർക്ക് പോർക്ക് പോർക്ക്. ചിക്കൻ അപ്പുറത്താണെന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ ആഘോഷിക്കാൻ വന്നാണ് കേട്ടോ ഈ നദിയില്. അപ്പൊ ഇവരൊപ്പം ഞാനും കൂടിയതാണ്. हेलो असम से. ओके ओके, बाय बाय. या അപ്പൊ ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ അവര്. ഞാനത് കഴിക്കാൻ പോവുകയാണ്. ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, പിന്നെ എന്താ ആട്ടിറച്ചി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാതും കൂടി വേറെ വേറെ കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. चिकन भी है, मसाला भी है. उल्टा पल्टा खाना हम लोग को नोटिस करना. എല്ലാം അടിച്ചു. കഴിക്കട്ടെ ഏതായാലും. ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ, അടിപൊളിയായിരുന്നു ഇവരെ ഭക്ഷണമൊക്കെ. ഇപ്പൊ സമയം ഒരാള് നോക്കാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്.